വടക്കുകിഴക്കൻ ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തെ മ്യാൻമാറിനോട് ചേർന്ന് കിടക്കുന്ന മലമ്പ്രദേശം. ശത്രുക്കളുടെ തല കൊയ്ത് ഗ്രാമത്തിൽ കൊണ്ടുവന്ന് ആഘോഷിച്ചിരുന്ന ജനത. പോരാളികൾ എന്നാൽ ഇങ്ങനെയാവണമെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യർ. ഇവരാണ് നാഗാലാൻഡിലെ കൊണിയാക് ഗോത്രം. നാഗാലാൻഡിലെ മോൺ ഗ്രാമത്തിലാണ് കൊണിയാക്കുകൾ വസിക്കുന്നത്. ഇവരുടെ തലകൊയ്യൽ സ്വഭാവവും പാരമ്പര്യവുമാണ് ഇവരെ ലോകപ്രശസ്തരാക്കിയത്. ശത്രുവിൻ്റെ തലവെട്ടി ആർപ്പുവിളികളോടെ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് ശക്തിയും ധീരതയും പ്രദർശിപ്പിച്ച പഴയകാല ഒരു പുലി കൊണിയാക്കാണ് ദാ ഈ ഇരിക്കുന്നത്. 90 വയസ്സായി. മുഖത്ത് പച്ച കുത്തിയിരിക്കുന്നത് കണ്ടോ? ശത്രുവിൻ്റെ തല കൊയ്തു വന്നതിന് ഗ്രാമം നൽകുന്ന അംഗീകാരമാണ് ഈ പച്ചകുത്ത്. വില്ലാളി വീരനായി മോൻ ഗ്രാമം ഇപ്പോഴും ആരാധിക്കുകയാണ് ഈ വയോധികന്. ഹെഡ് ഹണ്ടേഴ്സിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയും ഇദ്ദേഹമാണ്. വാർദ്ധക്യ സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോഴും പോരാട്ട വീര്യം ചോർന്നിട്ടില്ല. കൊണിയാക്കുകളുടെ പുതുതലമുറ വിദ്യാഭ്യാസം നേടി മികച്ച തൊഴിലുകൾ ചെയ്യുകയാണ്. ഹെഡ് ഹണ്ടർമാർ വെട്ടിക്കൊണ്ടുവന്ന തലയോട്ടികൾ മോൻ ഗ്രാമത്തിൽ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നുണ്ട്. പഴയ പാരമ്പര്യത്തെ ബഹുമാനിക്കുകയും ഒപ്പം തന്നെ കൂടുതൽ പരിഷ്കൃത സമൂഹമാകാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് പുതുതലമുറ. കൊണിയാക്ക് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ്. കൊണിയാക്കിനെ കുറിച്ച് എല്ലാവരും കേട്ടിരിക്കും. അവർ ഹെഡ് ഹണ്ടേഴ്സ് ആണ്. അവർ തല കൊയ്യുന്നവരാണ്. ഇപ്പം തല കൊയ്യാറൊന്നുമില്ല. കണ്ടോ അവരുടെ മാല കണ്ടോ? ഇതാ അവരുടെ മാലയിൽ അത് പറഞ്ഞിട്ടുണ്ട് അവർ ഹെഡ് ഹണ്ടേഴ്സ് ആണെന്നുള്ളത്. ഇതാ തല കൊയ്തതിൻ്റെ ഇതാണ്. ഇപ്പം അവർ തലയൊന്നും കൊയ്യുന്നില്ല. ഇപ്പം അവർ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുകയാണ്. One is made out of I think it's very costly, right? Yes, this one is very costly. We don't even know where it came from. But my grandfather and my granny, all they this is ancestral property. Really? And this also the same. Okay. Yeah, it's beautiful. So this is not a new one. I don't even know where did they brought from. Okay. And this one? This one is we used to call loga. This is very traditional. This is out of elephant. wood. No, elephant. No. Yes. Elephants. Elephant skill. Oh, Previous really? wild elephant, we used to kill the wild elephant and all. So by the time my grandfather. ആനയെ കൊന്ന് ആനയുടെ കൊമ്പിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ ധരിച്ചിരിക്കുന്നു. ഇവരുടെ കഴുത്തിലിട്ടിരിക്കുന്ന ഈ മാലയുണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ കാണുന്ന പോലെ ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ മൊത്തത്തിലല്ലേ. മലയാളം അറിയാന്നല്ലേ പറഞ്ഞത്? Malayalam? Yes, Malayalam. How you know Malayalam? I met a friend of Kerala. Oh. One of my friend, he was a Kerala guy, and he said, "Ba." Ba means come. Yes. Ba means come. Ba. Va. Okay. കേരളത്തിൽ നിന്നൊരു ഫ്രണ്ടൊക്കെ ഉണ്ട് വാ എന്ന് വിളിക്കുന്നത്. അത് മാത്രമാണ് അറിയുന്നത്. മലയാളം അറിയാവുന്ന കൊണിയാക്ക് ട്രൈബ്. കൊണിയാക്കുകൾ കൃഷിക്കാരാണ്. നെല്ല്, ചോളം, ഉരുളക്കിഴങ്ങ് എന്നിവ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ആയുധ നിർമ്മാണം ഇവർക്ക് പ്രിയമാണ്. തോക്കും കത്തികളും വടിവാളുമൊക്കെ നിർമ്മിക്കും. ഗ്രാമത്തിൽ എല്ലാവരും തദ്ദേശീയമായി നിർമ്മിച്ച യാങ് എന്ന തോക്ക് ഉപയോഗിക്കും. വേട്ടയാടാനും കൃഷിയിടത്തിലെ ശല്യക്കാരെ ഓടിക്കാനും ഇവർക്ക് തോക്ക് ഉപയോഗിക്കാൻ നിയമ തടസ്സമില്ല. ആകാശത്തൂടെ വിമാനമല്ലാത്ത എന്ത് പറന്നാലും ഇവർ കണ്ടോ ഉന്നം പിടിക്കും. Don't shoot. കൊണിയാക്ക് ട്രൈബിലെ ലേഡീസ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് ഇവിടുത്തെ ജെൻസിനെയാണ്. ഇത് ഇവിടുത്തെ ലേഡീസാണ്. നല്ല സുന്ദരികളായ ആൾക്കാർ. നോക്കി എല്ലാവരും. ഇവരാണ് ഹെഡ് ഹണ്ടേഴ്സിൻ്റെ ആൾക്കാർ. അതിൻ്റെ കൂട്ടത്തിലെ സ്ത്രീകളാണ് ഇവർ. ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ടോ? ഇവരുടെ ആഭരണങ്ങളൊക്കെ കണ്ടോ? ഓറഞ്ച് കളറുള്ള മാല. നല്ല വിലയുള്ളതാണ് കേട്ടോ. കണ്ണ് പോലെ നല്ല. നമ്മൾ വാങ്ങാൻ വേണ്ടി ഇവരെ സ്റ്റാളിൽ ചെന്നാൽ അറിയാം ഇതൊരു 15,000 രൂപയെങ്കിലും ഉണ്ടാവും. കൊണിയാക്ക് യുവാക്കൾ ആവേശഭരിതരാണ്. പാരമ്പര്യം മുറുകെ പിടിച്ചവർ ആധുനിക സമൂഹത്തോടൊപ്പം മുന്നേറുന്നു. ഹിംസ അവർ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല.
പരിഷ്കൃത സമൂഹമെന്ന് അറിയപ്പെടാനാണ് കൊണിയാക്ക് യുവാക്കൾക്ക് ഇഷ്ടം. കൊണിയാക്കുകളുടെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.